വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ സിവിൽ എക്സൈസ് ഡ്രൈവർ എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. എക്സാം ഡേറ്റ് ഈ മാസം 25-ാം തീയതിയാണ്. ഇതിലെ ആദ്യത്തെ 40 ചോദ്യങ്ങൾ കറണ്ട് അഫെയർസും ജനറൽ നോളജുമാണ്. പിന്നെ ബാക്കി 41 മുതൽ 50 വരെയുള്ള 10 ചോദ്യങ്ങൾ മാത്സ് ആണ്. ബാക്കി 51 മുതൽ 100 വരെയുള്ള 50 ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 40 ചോദ്യങ്ങൾ ജനറൽ PSC എക്സാം എഴുതുന്നവരും കൂടെ പഠിക്കുക കേട്ടോ. പിന്നെ ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇതിനെ പഠിക്കുക കേട്ടോ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സമുദ്ര പ്രതാപ് എന്ന കപ്പലിൻ്റെ പ്രധാന ദൗത്യം എന്ത്? ഓപ്ഷൻ ബി, സമുദ്ര മലിനീകരണ നിയന്ത്രണം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സമുദ്ര പ്രതാപ് എന്ന കപ്പലിൻ്റെ പ്രധാന ദൗത്യം എന്താണ്? സമുദ്ര മലിനീകരണ നിയന്ത്രണം. ഒന്നാമത്തെ ചോദ്യം കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സൗഹൃദ പാത തുറന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സൗഹൃദ പാത തുറന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. കറണ്ട് അഫയേഴ്സ് ആണ്. ആധാറിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിന് നൽകിയ പേരെന്ത്? ഓപ്ഷൻ ഡി, ഉദയ്. ആധാറിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിന് നൽകിയ പേരെന്താണ്? ഉദയ്. അതും കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. വെനിസ്വേലയിലേക്ക് അമേരിക്ക അതിക്രമിച്ച് കയറി പ്രസിഡന്റിനെ തടവുകാരനാക്കിയ ഓപ്പറേഷൻ ഏത്? ഓപ്ഷൻ എ, ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. വെനിസ്വേലയിലേക്ക് അമേരിക്ക അതിക്രമിച്ച് കയറി പ്രസിഡന്റിനെ തടവുകാരനാക്കിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. അപ്പോൾ ആദ്യത്തെ 4 ചോദ്യങ്ങൾ കേട്ടോ, 1, 2, 3, 4, ഇത് 4 കറണ്ട് അഫയേഴ്സ് ആണേ. ഓക്കെ. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ സി, കനൽ. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കനൽ. 2025 ഡിസംബറിൽ ലോകസഭ പാസാക്കിയ ശാന്തി ബിൽ ഏത് മേഖലയിൽ സ്വകാര്യ വിദേശ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നതാണ്? ഓപ്ഷൻ എ, ആണവോർജം. 2025 ഡിസംബറിൽ ലോകസഭ പാസാക്കിയ ശാന്തി ബില്ല് ഏത് മേഖലയിൽ സ്വകാര്യ വിദേശ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നതാണ്? ആണവോർജം. ഇതും കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. ഈ 6ാമത്തെ ചോദ്യം CA. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയായ നഗരം ഏത്? ഓപ്ഷൻ ബി, ബിലാസ്പൂർ. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയായ നഗരം ഏതാണ്? ബിലാസ്പൂർ. അപ്പം 7ാമത്തെ ചോദ്യവും കറണ്ട് അഫയേഴ്സ് ആണ്. 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ സി, ശാരദ. 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയതാരാണ്? ശാരദ. ഇതും കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത്? ഓപ്ഷൻ ബി, ആറളം. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? ആറളം. ഇതും കറണ്ട് അഫയേഴ്സ് ആണ്. സർക്കാർ സ്കൂളുകളിൽ എല്ലാ ദിവസവും പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. സർക്കാർ സ്കൂളുകളിൽ എല്ലാ ദിവസവും പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. 10ാമത്തെ ചോദ്യം കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്ത വാക്കുകൾ ഏതെല്ലാം? ഓപ്ഷൻ എ, 1, 2, 3. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്ത വാക്കുകൾ ഏതെല്ലാമാണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിൽ സുപ്രീം കോടതി നടത്തിയ പ്രധാന വിധി ഏത്?
ഓപ്ഷൻ ബി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ ആവില്ല. കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിൽ സുപ്രീം കോടതി നടത്തിയ പ്രധാന വിധി ഏതാണ്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താനാവില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പ് 21A കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ സി 86-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പ് 21A കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86-ാം ഭേദഗതി. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും ഭരണഘടനാ ഭേദഗതിക്കുള്ള അധികാരം ഉണ്ട്. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും ഭരണഘടനാ ഭേദഗതിക്കുള്ള അധികാരം ഉണ്ട്. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. വകുപ്പ് 368 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ പ്രത്യേകം ഓർത്തു വയ്ക്കുക. ശരിയായ പ്രസ്താവനകളാണ്. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. വകുപ്പ് 368 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വകുപ്പാണ് വകുപ്പ് 368. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഓപ്ഷൻ എ 395 വകുപ്പുകളും 22 ഭാഗങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 വകുപ്പുകളും 22 ഭാഗങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്ന നിയമസംഹിത ഏത്? ഓപ്ഷൻ ഡി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം. സ്വാതന്ത്ര്യത്തിന് ശേഷം റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്ന നിയമസംഹിത ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി 1, 2, 3, 4. ശരിയായ പ്രസ്താവനകൾ: കുളച്ചൽ യുദ്ധം നടന്നത് 1741 കന്യാകുമാരിക്കടുത്താണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും ആണ് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. യുദ്ധത്തിൽ പരാജയപ്പെട്ട ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടമായി. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: കുളച്ചൽ യുദ്ധം നടന്നത് 1741 കന്യാകുമാരിക്ക് അടുത്താണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ് കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. യുദ്ധത്തിൽ പരാജയപ്പെട്ട ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടമായി. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഏത്? കുളച്ചൽ യുദ്ധം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയെ മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഓപ്ഷൻ സി ഡോക്ടർ KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയെ മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ KS മണിലാൽ. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി വിപ്ലവശേഷം താന്തിയ തോപ്പിയെ ശ്രീലങ്കയിലേക്ക് നാടുകടത്തി. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? വിപ്ലവശേഷം താന്തിയ തോപ്പിയെ ശ്രീലങ്കയിലേക്ക് നാടുകടത്തി. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. 1857 കലാപത്തിൽ ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് താന്തിയ തോപ്പി. നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു താന്തിയ തോപ്പി. കാൺപൂരിലാണ് താന്തിയ തോപ്പി കലാപം നയിച്ചത്. തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകൾ പ്രത്യേകം ഓർത്തുവെക്കുക. ഏതൊക്കെയാണ്? 1857 കലാപത്തിൽ ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് താന്തിയ തോപ്പി. നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു താന്തിയ തോപ്പി. കാൺപൂരിലാണ് താന്തിയ തോപ്പി കലാപം നയിച്ചത്.
സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാനായി മുക്തി മിഷൻ പദ്ധതി ആരംഭിച്ചതാര്? ഓപ്ഷൻ എ പണ്ഡിത രമാബായി. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാനായി മുക്തി മിഷൻ പദ്ധതി ആരംഭിച്ചതാരാണ്? പണ്ഡിത രമാബായി. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഗുജറാത്ത് തീരസമതലത്തിലെ പ്രദേശം ഏത്? ഓപ്ഷൻ ഡി അലാങ് കടൽ തീരം. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഗുജറാത്ത് തീരസമതലത്തിലെ പ്രദേശം ഏതാണ്? അലാങ് കടൽ തീരം. കപ്പലുകളുടെ ശവപ്പറമ്പ് അലാങ് കടൽ തീരം. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂരിലാണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക്. ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് കെയ്ബുൾ ലംജാവോ. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുത്തുന്ന തുരുത്തുകളാണ് പുംഡി. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം. തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകൾ പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കുക. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക്. ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് കൈബുൾ ലംജാവോ. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംഡി. ഇപ്പോൾ ലോക്തക് തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരിലാണ്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊഖർ ഹിമാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഓപ്ഷൻ സി സിന്ധു. മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊഖർ ഹിമാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സിന്ധു. കുളു താഴ്വരയിലെ ലാഹുൽ സിപ്തി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഓപ്ഷൻ എ റോഹ്താങ് ചുരം. കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? റോഹ്താങ് ചുരം. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി നാണയങ്ങൾ രൂപകൽപ്പന ചെയ്യുക. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മം അല്ലാത്തത് ഏതാണ്? നാണയങ്ങൾ രൂപകൽപ്പന ചെയ്യുക. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളാണ് കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, കറൻസികളിൽ സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, കറൻസികൾ അച്ചടിച്ച് വിതരണം ചെയ്യുക. അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളാണ് ഏതൊക്കെയാണ്? കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, കറൻസികളിൽ സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, കറൻസികൾ അച്ചടിച്ച് വിതരണം ചെയ്യുക. ഇന്ത്യയിൽ ഉപഭോക്തൃ വില സൂചിക തയ്യാറാക്കുന്ന സ്ഥാപനം ഏത്? ഓപ്ഷൻ ബി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇന്ത്യയിലെ ഉപഭോക്തൃ വില സൂചിക തയ്യാറാക്കുന്ന സ്ഥാപനം ഏതാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ന്യൂ ജനറേഷൻ ബാങ്കുകളെ പറ്റിയുള്ള ശരിയായ വിവരം ഏത്? ഓപ്ഷൻ ഡി 1990കളിലെ സാമ്പത്തിക പരിഷ്കാരത്തിനു ശേഷം ആരംഭിച്ച വാണിജ്യ ബാങ്കുകൾ. ന്യൂ ജനറേഷൻ ബാങ്കുകളെ പറ്റിയുള്ള ശരിയായ വിവരം ഏതാണ്? 1990കളിലെ സാമ്പത്തിക പരിഷ്കാരത്തിനു ശേഷം ആരംഭിച്ച വാണിജ്യ ബാങ്കുകൾ. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് രാജ്യത്തെ കാർഷിക രംഗം അഭിമുഖീകരിച്ച വിവിധങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി 2 and 3. ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് രാജ്യത്തെ കാർഷിക രംഗം അഭിമുഖീകരിച്ച വിവിധങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം. DNA നൈട്രജൻ ബേസ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി യുറാസിൽ. DNA നൈട്രജൻ ബേസ് അല്ലാത്തത് ഏതാണ്? യുറാസിൽ. DNA നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ. അതും കൂടി ഓർത്ത് വെച്ചോണേ. DNA നൈട്രജൻ ബേസുകൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏവ? ഓപ്ഷൻ എ 1 and 2. ന്യൂട്രോഫില്, മോണോസൈറ്റ്. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏവ? ന്യൂട്രോഫില്, മോണോസൈറ്റ്. നിശ്ചിത ഇടവേളകളിൽ പനി ആവർത്തിക്കുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്?
ഓപ്ഷൻ സി മലേറിയ. നിശ്ചിത ഇടവേളകളിൽ പനി ആവർത്തിക്കുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? മലേറിയ. ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഇൻഫ്രാസോണിക് ശബ്ദം എന്നത് 20 ഹെർട്സിലും താഴുന്നത്. ശരിയായ പ്രസ്താവന ഏതാണ്? ഇൻഫ്രാസോണിക് ശബ്ദം എന്നത് 20 ഹെർട്സിലും താഴുന്നത്. ജൂൾ നിയമപ്രകാരം ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതിൻ്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് എന്തിൻ്റെയെല്ലാം ഗുണഫലത്തിന് തുല്യമായിരിക്കും? ഓപ്ഷൻ ഡി 1, 2, 3. കറണ്ടിന്റെ വർഗത്തിന്റെ, ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെ, കറണ്ട് പ്രവഹിക്കുന്ന സമയത്തിന്റെ. ജൂൾ നിയമപ്രകാരം ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതിന്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് എന്തിൻ്റെയെല്ലാം ഗുണനഫലത്തിന് തുല്യമായിരിക്കും? കറണ്ടിന്റെ വർഗത്തിന്റെ, ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെ, കറണ്ട് പ്രവഹിക്കുന്ന സമയത്തിന്റെ. കോട്രൽ പ്രസിപ്പിറ്റേറ്റർ എന്ന സംവിധാനത്തിന്റെ ഉപയോഗം എന്ത്? ഓപ്ഷൻ ബി ഫാക്ടറികളിലെ പുക മലിനീകരണം നിയന്ത്രിക്കൽ. കോട്രൽ പ്രസിപ്പിറ്റേറ്റർ എന്ന സംവിധാനത്തിന്റെ ഉപയോഗം എന്താണ്? ഫാക്ടറികളിലെ പുക മലിനീകരണം നിയന്ത്രിക്കൽ. 2 ലായനികൾ യോജിക്കുന്ന ഭാഗത്ത് തവിട്ട് നിറത്തിലുള്ള ഒരു വളയം, ബ്രൗൺ റിംഗ് രൂപപ്പെടുന്നത് എന്തിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നൈട്രേറ്റ്. 2 ലായനികൾ യോജിക്കുന്ന ഭാഗത്ത് തവിട്ട് നിറത്തിലുള്ള ഒരു വളയം രൂപപ്പെടുന്നത് എന്തിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു? നൈട്രേറ്റിന്റെ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? ഓപ്ഷൻ ബി സുഗതകുമാരി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന് രൂപം നൽകിയ വർഷം ഏത്? ഓപ്ഷൻ എ 1967. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന് രൂപം നൽകിയ വർഷം ഏതാണ്? 1967. ചുവടെ പറയുന്നതിൽ ഇന്ത്യ നേടിയിട്ടുള്ള ലോകകപ്പ് കിരീടങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 2, 3. വനിതാ ലോകകപ്പ്, പുരുഷ 2020 കിരീടം, ചാമ്പ്യൻസ് ട്രോഫി. ചുവടെ പറയുന്നവയിൽ ഇന്ത്യ നേടിയിട്ടുള്ള ലോകകപ്പ് ക്രിക്കറ്റ് കിരീടങ്ങൾ ഏതെല്ലാമാണ്? വനിതാ ലോകകപ്പ്, പുരുഷ 2020 കിരീടം, ചാമ്പ്യൻസ് ട്രോഫി. കേരളപ്രഭ അവാർഡ് ജേതാവായ ആദ്യത്തെ വനിത ആര്? ഓപ്ഷൻ സി ജസ്റ്റിസ് ഫാത്തിമ BV. കേരളപ്രഭ അവാർഡ് ജേതാവായ ആദ്യത്തെ വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ BV. 1980 കാരന്ത് കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശയെ തുടർന്ന് രൂപം കൊണ്ട കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനം ഏത്? ഓപ്ഷൻ സി കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി. 1980 കാരന്ത് കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശയെ തുടർന്ന് രൂപം കൊണ്ട കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനം ഏതാണ്? കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി. ഓക്കെ, ഇനി 41 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സ് പ്രീവിയസ് ഇയറിലെ റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇനി 51 മുതൽ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. ഓക്കെ, അബ്കാരി നിയമത്തിലെ 3(13) വകുപ്പ് എന്തിനെ നിർവചിക്കുന്നു? ഓപ്ഷൻ എ വിദേശ മദ്യം. അബ്കാരി നിയമത്തിലെ 3(13) വകുപ്പ് എന്തിനെ നിർവചിക്കുന്നു? വിദേശ മദ്യം. അബ്കാരി നിയമപ്രകാരം കേരളത്തിൽ ഒരാൾക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി? ഓപ്ഷൻ സി 23 വയസ്സ്. അബ്കാരി നിയമപ്രകാരം കേരളത്തിൽ ഒരാൾക്ക് മദ്യം വാങ്ങുവാനും ഉപയോഗിക്കുവാനും നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ഏതാണ്? 23 വയസ്സ്. അബ്കാരി നിയമപ്രകാരം ചാരായം സംഭരിച്ചു വെക്കുന്നതിനുള്ള ശിക്ഷ എന്ത്? ഓപ്ഷൻ ബി 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. അബ്കാരി നിയമപ്രകാരം ചാരായം സംഭരിച്ചു വെക്കുന്നതിനുള്ള ശിക്ഷ എന്ത്? 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 15C. പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 15C. കോട്ട്പ നിയമപ്രകാരം പൊതുസ്ഥലം എന്ന പരിധിയിൽ വരുന്നത് ഏത്? ഓപ്ഷൻ ഡി 1, 2, 3, 4 ഇവയെല്ലാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലൈബ്രറികൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, ഓഡിറ്റോറിയങ്ങൾ. കോട്ട്പ നിയമപ്രകാരം പൊതുസ്ഥലം എന്നതിന്റെ പരിധിയിൽ വരുന്നത് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലൈബ്രറികൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, ഓഡിറ്റോറിയങ്ങൾ. പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനവുമായി ബന്ധപ്പെട്ട കോട്ട്പ നിയമ വകുപ്പ്?
ഓപ്ഷൻ ഡി സെക്ഷൻ 5 പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനവുമായി ബന്ധപ്പെട്ട കോട്ട്പ നിയമ വകുപ്പ് ഏതാണ്? സെക്ഷൻ 5. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റേത്? ഓപ്ഷന് 1 മാത്രം തെറ്റാണ്. തെറ്റായ പ്രസ്താവന കോട്ട്പ നിയമത്തിലെ 7-ാം വകുപ്പ് സിഗരറ്റ് പാക്കറ്റിന്മേൽ ഉപയോഗിക്കുന്ന ഭാഷകളെ കുറിച്ച് പറയുന്നു. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റേതാണ്? കോട്ട്പ നിയമത്തിലെ 7-ാം വകുപ്പ് സിഗരറ്റ് പാക്കറ്റിന്മേൽ ഉപയോഗിക്കുന്ന ഭാഷകളെ കുറിച്ച് പറയുന്നു. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. സിഗരറ്റ് പാക്കറ്റിൽ ഇംഗ്ലീഷ് കൂടാതെ മറ്റേതെങ്കിലും പ്രാദേശിക ഭാഷകൾ എന്നിവയിൽ ആരോഗ്യ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കണം. സിഗരറ്റ് പാക്കറ്റിൽ ആരോഗ്യ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് നൽകുന്ന ചിത്രങ്ങൾ ഓരോ വർഷവും മാറ്റിയിരിക്കണം. അപ്പം ശരിയായ പ്രസ്താവനകളും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. ശരിയായ പ്രസ്താവനകളാണ്: സിഗരറ്റ് പാക്കറ്റിൽ ഇംഗ്ലീഷ് കൂടാതെ മറ്റേതെങ്കിലും പ്രാദേശിക ഭാഷകൾ എന്നിവയിൽ ആരോഗ്യ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കണം. സിഗരറ്റ് പാക്കറ്റിൽ ആരോഗ്യ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് നൽകുന്ന ചിത്രങ്ങൾ ഓരോ വർഷവും മാറ്റിയിരിക്കണം. FL1 ലൈസൻസുമായി ബന്ധപ്പെട്ട് ശരി ഏത്? ഓപ്ഷൻ സി 1, 2, 3 ശരി. ശരിയായ പ്രസ്താവനകൾ: സീൽ ചെയ്ത കുപ്പികളിൽ പൊതുജനങ്ങൾക്ക് മദ്യം വിൽക്കാനുള്ള അനുമതി നൽകുന്ന ലൈസൻസ് ഇത് അനുവദിക്കുന്നത് എക്സൈസ് കമ്മീഷണറാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് മദ്യവിൽപ്പനയ്ക്ക് അനുമതി നൽകുന്ന ലൈസൻസ്. FL1 ലൈസൻസുമായി ബന്ധപ്പെട്ട് ശരി ഏത്? സീൽ ചെയ്ത കുപ്പികളിൽ പൊതുജനങ്ങൾക്ക് മദ്യം വിൽക്കാനുള്ള അനുമതി നൽകുന്ന ലൈസൻസ് ഇത് അനുവദിക്കുന്നത് എക്സൈസ് കമ്മീഷണറാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനയ്ക്ക് അനുമതി നൽകുന്ന ലൈസൻസ്. വിദേശ മദ്യ റൂൾ പ്രകാരം FL3 ലൈസൻസ് ഉള്ള 4 സ്റ്റാർ അതിനു മുകളിൽ പദവിയുള്ള ഹോട്ടലുകൾക്ക് SC/ST കോളനികളിൽ നിന്ന് നിശ്ചയിച്ചിട്ടുള്ള ദൂരപരിധി. ഓപ്ഷൻ ബി 50 മീറ്റർ. വിദേശ മദ്യ റൂൾസ് പ്രകാരം FL3 ലൈസൻസ് ഉള്ള 4 സ്റ്റാർ അതിനു മുകളിൽ പദവിയുള്ള ഹോട്ടലുകൾക്ക് SC/ST കോളനികളിൽ നിന്ന് നിശ്ചയിച്ചിട്ടുള്ള ദൂരപരിധി 50 മീറ്റർ. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥയിൽ വരുന്ന ഹോട്ടലുകളിൽ മദ്യവിൽപ്പനയ്ക്ക് അനുവദിച്ചിട്ടുള്ള ലൈസൻസ്. ഓപ്ഷൻ എ FL11 ലൈസൻസ്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ വരുന്ന ഹോട്ടലുകളിൽ മദ്യവിൽപ്പനയ്ക്ക് അനുവദിച്ചിട്ടുള്ള ലൈസൻസ് FL11 ലൈസൻസ്. ലഹരിക്കെതിരായി കേരളം സുബോധം പദ്ധതി ആരംഭിച്ച വർഷം. ഓപ്ഷൻ ഡി 2015. ലഹരിക്കെതിരായി കേരളം സുബോധം പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 2015. വിമുക്തി മിഷന്റെ ടോൾ ഫ്രീ നമ്പർ ഏത്? ഓപ്ഷൻ ബി 14405. വിമുക്തി മിഷന്റെ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 14405. വിമുക്തി മിഷന്റെ ഭരണസമിതിയുടെ കൺവീനർ. ഓപ്ഷൻ സി അഡീഷണൽ ചീഫ് സെക്രട്ടറി ടാക്സ്. വിമുക്തി മിഷന്റെ ഭരണസമിതിയുടെ കൺവീനർ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ടാക്സ്. വീര്യം കുറഞ്ഞ സ്പിരിറ്റിനെ വീര്യം കൂടിയ സ്പിരിറ്റായി മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ്. ഓപ്ഷൻ ബി ഫോർട്ടിഫിക്കേഷൻ. വീര്യം കുറഞ്ഞ സ്പിരിറ്റിനെ വീര്യം കൂടിയ സ്പിരിറ്റായി മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ്. ഓപ്ഷൻ ബി ഫോർട്ടിഫിക്കേഷൻ. റക്ടിഫൈഡ് സ്പിരിറ്റിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ അളവ്. ഓപ്ഷൻ എ 95%. റക്ടിഫൈഡ് സ്പിരിറ്റിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ അളവ് 95%. മെഥനോളിന്റെ രാസ ഫോർമുല ഏത്? ഓപ്ഷൻ സി CH3OH. മെഥനോളിന്റെ രാസ ഫോർമുല ഏതാണ്? CH3OH. നിയമവിരുദ്ധമായി മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുക, അന്തർ സംസ്ഥാന ഇറക്കുമതി നടത്തുക എന്നിവ കുറ്റകരമാണെന്ന് വിശദമാക്കുന്ന NDPS നിയമത്തിലെ വകുപ്പ്. ഓപ്ഷൻ ഡി സെക്ഷൻ 21. നിയമവിരുദ്ധമായി മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുക, അന്തർ സംസ്ഥാന ഇറക്കുമതി നടത്തുക എന്നിവ കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന NDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 21. NDPS നിയമപ്രകാരം അറിവോടുകൂടി ഒരു സ്ഥലം കുറ്റം ചെയ്യുന്നതിനായി വിട്ടുകൊടുക്കുന്നതിനുള്ള തടവ് ശിക്ഷ എന്ത്? ഓപ്ഷൻ ബി 10 മുതൽ 20 വർഷം വരെ കഠിന തടവ്. NDPS നിയമപ്രകാരം അറിവോടുകൂടി ഒരു സ്ഥലം കുറ്റം ചെയ്യുന്നതിനായി വിട്ടുകൊടുക്കുന്നതിനുള്ള തടവ് ശിക്ഷ എന്ത്? 10 മുതൽ 20 വർഷം വരെ കഠിന തടവ്. സ്വകാര്യതാ ലംഘനം എന്ന കുറ്റകൃത്യം പ്രതിപാദിക്കുന്ന IT നിയമത്തിലെ വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി വകുപ്പ് 66E. സ്വകാര്യതാ ലംഘനം എന്ന കുറ്റകൃത്യം പ്രതിപാദിക്കുന്ന IT നിയമത്തിലെ വകുപ്പ് ഏത്? വകുപ്പ് 66E. സൈബർ ഭീകരതയിൽ ഏർപ്പെടുന്നതിനുള്ള ശിക്ഷ എന്ത്? ഓപ്ഷൻ എ ജീവിത അവസാനം വരെ തടവ്.
സൈബർ ഭീകരതയിൽ ഏർപ്പെടുന്നതിനുള്ള ശിക്ഷ എന്താണ്? ജീവിതാവസാനം വരെ തടവ്. പുകയിലെ പ്രധാന മലിനീകരണ ഘടകം. ഓപ്ഷൻ സി ഹൈഡ്രോ കാർബൺ. വാഹന പുകയിലെ പ്രധാന മലിനീകരണ ഘടകം ഹൈഡ്രോ കാർബൺ. ശാരീരികമായും മാനസികമായും അയോഗ്യതയുള്ളപ്പോൾ വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ എ വകുപ്പ് 186 പ്രകാരം ശിക്ഷാർഹമാണ്. ശാരീരികമായും മാനസികമായും അയോഗ്യതയുള്ളപ്പോൾ വാഹനം ഓടിക്കുന്നത് വകുപ്പ് 186 പ്രകാരം ശിക്ഷാർഹമാണ്. ഡാഷാണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ PUC സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫോം. ഓപ്ഷൻ സി ഫോം 59. ഡാഷാണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ PUC സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫോം 59. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 161 ഏതിനെ പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ സി ഹിറ്റ് ആൻഡ് റൺ ഉണ്ടായാൽ നഷ്ടപരിഹാരത്തിനുള്ള വ്യവസ്ഥകൾ. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 161 ഏതിനെ പ്രതിപാദിക്കുന്നു? ഹിറ്റ് ആൻഡ് റൺ ഉണ്ടായാൽ നഷ്ടപരിഹാരത്തിനുള്ള വ്യവസ്ഥകൾ. 1988 മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ ഇനി പറയുന്നവയിലെ ഏത് വകുപ്പാണ് ഉടമ എന്ന പദത്തെ നിർവചിക്കുന്നത്? ഓപ്ഷൻ എ വകുപ്പ് 230. 1988 മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ ഇനി പറയുന്നവയിൽ ഏത് വകുപ്പാണ് ഉടമ എന്ന പദത്തെ നിർവചിക്കുന്നത്? വകുപ്പ് 230. മാൻഡേറ്ററി സിഗ്നലിന് ഒരു ഉദാഹരണമാണ് ഓപ്ഷൻ ബി പ്രവേശനം ഇല്ല. മാൻഡേറ്ററി സിഗ്നലിന് ഒരു ഉദാഹരണമാണ് പ്രവേശനം ഇല്ല. ഒരു 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററിയിൽ എത്ര സെല്ലുകളുണ്ട്? ഓപ്ഷൻ ഡി 6. ഒരു 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററിയിൽ എത്ര സെല്ലുകളുണ്ട്? 6. തേർഡ് പാർട്ടി ഇൻഷുറൻസിലെ ഒന്നാമത്തെ കക്ഷി. ഓപ്ഷൻ എ വാഹന ഉടമ. തേർഡ് പാർട്ടി ഇൻഷുറൻസിലെ ഒന്നാമത്തെ കക്ഷി വാഹന ഉടമ. ഇന്ധനമായി ഏത് ഉപയോഗിക്കുമ്പോഴാണ് താരതമ്യേന അന്തരീക്ഷ മലിനീകരണം കുറയുന്നത്? ഓപ്ഷൻ ബി CNG. ഇന്ധനമായി ഏത് ഉപയോഗിക്കുമ്പോഴാണ് താരതമ്യേന അന്തരീക്ഷ മലിനീകരണം കുറയുന്നത്? CNG. CRDI എഞ്ചിനിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എഞ്ചിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്? ഓപ്ഷൻ സി ECU. CRDI എഞ്ചിനിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എഞ്ചിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ECU. എഞ്ചിൻ സിലിണ്ടർ ഹെഡ് ബോൾട്ട് മുറുക്കുന്നതിന് നിശ്ചിത അളവിൽ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ഡി ടോർക്ക് റേഞ്ച്. എഞ്ചിൻ സിലിണ്ടർ ഹെഡ് ബോൾട്ട് ഉപയോഗിക്കുന്നത് എഞ്ചിൻ സിലിണ്ടർ ഹെഡ് ബോൾട്ട് മുറുക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ്? ടോർക്ക് റേഞ്ച്. ഒരു കാറിലെ ബാറ്ററി ഏറ്റവും അധികം ഡിസ്ചാർജ് ആകുന്നത് ഡാഷ് പ്രവർത്തിപ്പിക്കുമ്പോഴാണ്? ഓപ്ഷൻ ഡി സ്റ്റാർട്ടർ മോട്ടർ. ഒരു കാറിലെ ബാറ്ററി ഏറ്റവും അധികം ഡിസ്ചാർജ് ആകുന്നത് ഡാഷ് പ്രവർത്തിപ്പിക്കുമ്പോഴാണ്? സ്റ്റാർട്ടർ മോട്ടർ. ബാറ്ററി ടെർമിനലുകളിൽ സൾഫേഷൻ വരാതിരിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു? ഓപ്ഷൻ ഡി പെട്രോളിയം ജെല്ലി. ബാറ്ററി ടെർമിനലുകളിൽ സൾഫേഷൻ വരാതിരിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു? പെട്രോളിയം ജെല്ലി. ട്രാഫിക് നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് പിഴ ഈടാക്കാൻ ചുമത്തുന്ന വകുപ്പ്? വകുപ്പ് 119. ട്രാഫിക് നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് പിഴ ഈടാക്കാൻ ചുമത്തുന്ന വകുപ്പ്? വകുപ്പ് 119. റോഡിന് നടുവിൽ തുടർച്ചയായി മഞ്ഞവര ഇട്ടിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ വരയിൽ കയറുകയോ മുറിച്ചു കടക്കുകയോ ഇല്ല. റോഡിന് നടുവിൽ തുടർച്ചയായി മഞ്ഞവര ഇട്ടിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ വരയിൽ കയറുകയോ മുറിച്ചു കടക്കുകയോ ഇല്ല. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ സെല്ലുകളുടെ ചാർജ് നില ഡാഷ് ഉപയോഗിച്ച് പരിശോധിക്കണം? ഓപ്ഷൻ ഡി ഹൈഡ്രോമീറ്റർ. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ സെല്ലുകളുടെ ചാർജ് നില ഡാഷ് ഉപയോഗിച്ച് പരിശോധിക്കണം? ഹൈഡ്രോമീറ്റർ. ഓവർ സ്പീഡ് പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന നിയമം? ഓപ്ഷൻ സി സെക്ഷൻ 112. ഓവർ സ്പീഡ് പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന നിയമം സെക്ഷൻ 112. ഒരു വാഹനത്തിന്റെ മുൻചക്രങ്ങൾക്ക് അവയുടെ ലംബത്തിൽ നിന്നുള്ള ചെരിവിന് ഡാഷ് എന്ന് പറയുന്നു? ഓപ്ഷൻ എ കാംപർ ആംഗിൾ. ഒരു വാഹനത്തിന്റെ മുൻചക്രങ്ങൾക്ക് അവയുടെ ലംബത്തിൽ നിന്നുള്ള ചെരിവിന് ഡാഷ് എന്ന് പറയുന്നു? കാംപർ ആംഗിൾ. മുന്നറിയിപ്പ് തരുന്ന സിഗ്നലിന് ഒരു ഉദാഹരണമാണ്? ഓപ്ഷൻ ഡി വീതി കുറഞ്ഞ പാലം. മുന്നറിയിപ്പ് തരുന്ന ഒരു സിഗ്നലിന് ഒരു ഉദാഹരണമാണ് വീതി കുറഞ്ഞ പാലം. ഹോണിനും ഹോൺ സ്വിച്ചിനും ഇടയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണം? ഓപ്ഷൻ എ ഹോൺ റിലേ. ഹോണിനും
ഹോൺ സ്വിച്ചിനും ഇടയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണം ഹോൺ റിലേ. സ്റ്റോറേജ് ബാറ്ററിയുടെ കപ്പാസിറ്റി അളക്കുന്നത് ഓപ്ഷൻ ഡി ആംപിയർ മണിക്കൂർ. സ്റ്റോറേജ് ബാറ്ററിയുടെ കപ്പാസിറ്റി അളക്കുന്നത് ആംപിയർ മണിക്കൂർ. 1988 മോട്ടോർ വാഹന നിയമപ്രകാരം സെക്ഷൻ 129 അനുശാസിക്കുന്നത് ഓപ്ഷൻ സി ഹെൽമറ്റ് ധരിക്കുക. 1988 മോട്ടോർ വാഹന നിയമപ്രകാരം സെക്ഷൻ 129 അനുശാസിക്കുന്നത് ഹെൽമറ്റ് ധരിക്കുക. അമിതമായി കാറ്റ് നിറച്ച ടയറിന്റെ തേയ്മാനം കൂടുതൽ വരുന്ന ഭാഗം ഓപ്ഷൻ ബി മധ്യഭാഗം. അമിതമായി കാറ്റ് നിറച്ച ടയറിന്റെ തേയ്മാനം കൂടുതൽ വരുന്ന ഭാഗം മധ്യഭാഗം. BS4 നിലവാരത്തിലുള്ള ഹെവി വാഹനങ്ങളിൽ BSIV ആണ് കേട്ടോ. BSIV നിലവാരത്തിലുള്ള ഹെവി വാഹനങ്ങളിൽ ആർട്ട് ബ്ലൂവിന്റെ ഉപയോഗം എന്ത്? ഓപ്ഷൻ ഡി മലിനീകരണം കുറയ്ക്കാൻ. BSIV നിലവാരത്തിലുള്ള ഹെവി വാഹനങ്ങളിൽ ആർട്ട് ബ്ലൂവിന്റെ ഉപയോഗം എന്താണ്? മലിനീകരണം കുറയ്ക്കാൻ. ഡീസൽ എഞ്ചിൻ ഒരു ഡാഷ് ആണ്. ഓപ്ഷൻ സി IC എഞ്ചിൻ. ഡീസൽ എഞ്ചിൻ ഒരു ഡാഷ് ആണ് IC എഞ്ചിൻ. 2.5 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന്റെ ശരാശരി വേഗം എത്രയാണ്? ഓപ്ഷൻ സി 40 കിലോമീറ്റർ പെർ മണിക്കൂർ. 2.5 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന്റെ ശരാശരി വേഗത എത്രയായിരിക്കും? 40 കിലോമീറ്റർ പെർ മണിക്കൂർ. വേഗത കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? മാത്സ് പഠിച്ചിട്ടുള്ളതല്ലേ അല്ലേ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ 100/2.5 40 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് കിട്ടും. 100/2 ചെയ്യുമ്പോൾ 40. അതായത് എന്താണ്? വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. ഇംഗ്ലീഷിലാണെങ്കിലും എന്താ പറയും? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 100/2 40 കിലോമീറ്റർ പെർ മണിക്കൂർ. ശബ്ദമലിനീകരണം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഓപ്ഷൻ സി ഡെസിബല്. ശബ്ദമലിനീകരണം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഡെസിബല്. 1000 cc എന്നത് എത്ര ലിറ്റർ ആണ്? ഓപ്ഷൻ എ 1 ലിറ്റർ. 1000 cc എന്നത് എത്ര ലിറ്റർ ആണ്? 1 ലിറ്റർ. ഡീസലിന്റെ കലോറിക് വാല്യൂ എത്ര? ഓപ്ഷൻ ഡി 42.5 mg per കിലോഗ്രാം. ഡീസലിന്റെ കലോറിക് വാല്യൂ എത്രയാണ്? 42.5 mg per കിലോഗ്രാം. വാഹനത്തിന്റെ എഞ്ചിൻ ലൂബ്രിക്കേഷൻ ഓയിലിന്റെ വിസ്കോസിറ്റി ഡാഷ് റേറ്റിംഗിലാണ് കണക്കാക്കുന്നത്. ഓപ്ഷൻ സി SAE. വാഹനത്തിന്റെ എഞ്ചിൻ ലൂബ്രിക്കേഷൻ ഓയിലിന്റെ വിസ്കോസിറ്റി ഡാഷ് റേറ്റിംഗിലാണ് കണക്കാക്കുന്നത് SAE. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.